നമസ്കാരം. നമ്മളിന്ന് നൈസ് പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്, അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ് ചേർത്ത് നല്ല വെട്ടി തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ച് യോജിപ്പിക്കുക. എന്നിട്ട് നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. അധികം ബലം പിടിച്ചൊന്നും കുഴയ്ക്കേണ്ട, നല്ല തിളച്ച വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇത് നന്നായിട്ട് ഒരു കുഴച്ചതിന് ശേഷം ഒരു കാസറോളിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ചുട്ട് കഴിയുന്നവരെ ചൂടോട് കൂടിയിട്ട് അതിൽ ഇരുന്നോളും. എന്നിട്ട് ഓരോ ഉരുളകളായിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ നൈസ് പത്തിരി നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇത് ഞാൻ കൈ കൊണ്ട് തന്നെ പരത്താറ്, ഞാൻ പ്രസ്സിലൊന്നും പരത്താറില്ല. അപ്പോൾ ഇത് ഇട്ട വഴിക്കാൻ നമ്മൾ ചട്ടിയിൽ ഇട്ട വഴിക്കാൻ അപ്പം തന്നെ മറിച്ചിടണം, എന്നാലേ അത് ഫുൾ പോളയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നല്ല പോളയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതെല്ലാവരും ഉണ്ടാക്കണം തന്നെയാണ്, എന്നാലും നമ്മളൊന്ന് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇത് എൻ്റെ നൈസ് പത്തിരി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ ഇത് മട്ടൻ കറീൻ്റെ കൂടെയും ചിക്കൻ കറീൻ്റെ കൂടെയൊക്കെ കഴിച്ചാൽ നല്ല രസമാണ്. നാളികേരപ്പാലൊക്കെ കൂട്ടിയിട്ട് കഴിക്കുക. അപ്പോൾ എൻ്റെ ഈ നൈസ് പത്തിരി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. താങ്ക് യു.